ന്റെ ഡാറ്റ എൻട്രി ക്ലാസ്സിലെ രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നോക്കുന്നതിന് തുടർച്ച തന്നെ റാൻഡം ആക്സസ് മെമ്മറിയും റീഡ് ഓൺലി മെമ്മറിയും, അതായത് റാമും റോമും തമ്മിലുള്ള വ്യത്യാസമാണ് അവസാനം പറഞ്ഞു നിർത്തിയത്. അവിടെ നിന്ന് അങ്ങോട്ട് ചോദ്യം എങ്ങനെയാണ്, വാട്ട് ഈസ് ഹൈ ലെവൽ ലാംഗ്വേജ്? എന്താണ് ഹൈ ലെവൽ ലാംഗ്വേജ്? പ്രോഗ്രാമർക്കും യൂസർക്കും എളുപ്പം മനസ്സിലാവുന്ന ഒരു ലാംഗ്വേജ്. പക്ഷേ കമ്പ്യൂട്ടറിന് അത് അത്ര എളുപ്പം മനസ്സിലാവില്ല. അതായത് കമ്പ്യൂട്ടറിന് എളുപ്പം മനസ്സിലാവുന്നത് ലോ ലെവൽ ലാംഗ്വേജ് ആണ്. ലോ ലെവൽ ലാംഗ്വേജിൽ 0 ഉം 1 ഉം അടങ്ങുന്ന ബൈനറി അക്കങ്ങൾക്കാണ് കൂടുതൽ പ്രാമുഖ്യം. അഥവാ 0 ഉം 1 ഉം അടങ്ങുന്ന ലോ ലെവൽ ലാംഗ്വേജ് ആണ് കമ്പ്യൂട്ടറിന് മെഷീൻ ഫ്രണ്ട്ലി ലാംഗ്വേജ് എന്ന് നമ്മൾ പറയുന്നത്. ഹൈ ലെവൽ ലാംഗ്വേജ് അത്ര മെഷീൻ ഫ്രണ്ട്ലി ലാംഗ്വേജ് അല്ല. ഹൈ ലെവൽ ലാംഗ്വേജ് ഈസ് ഓൾമോസ്റ്റ് ഇംഗ്ലീഷ് ലൈക്ക് ലാംഗ്വേജ്. പക്ഷേ നമ്മളെ പോലുള്ള മനുഷ്യർക്ക് അത് മനസ്സിലാവും, കാരണം അത് ഏതാണ്ട് ഇംഗ്ലീഷ് പോലുള്ള ഒരു ഭാഷയാണ്. യൂസ്ഡ് ബൈ ഹ്യൂമൻ ബീയിങ്സ് ഫോർ റൈറ്റിംഗ് പ്രോഗ്രാംസ്. പക്ഷെ ആ ഭാഷ ഉപയോഗിച്ച് പ്രോഗ്രാമുകൾ എഴുതാൻ സാധിക്കും. ദീസ് ആർ ഈസിയർ ടു ലേൺ. അതുകൊണ്ട് മനുഷ്യർക്ക് ഇത് പഠിക്കാൻ എളുപ്പമാണ്. ആൻഡ് വിച്ച് റിക്വയർ ലെസ് ടൈം ടു റൈറ്റ് പ്രോഗ്രാംസ്. ഈ ഭാഷയിൽ പ്രോഗ്രാം എഴുതാൻ അധികം സമയവും മെനക്കെടേണ്ട. ദീസ് ആർ യൂസർ ഫ്രണ്ട്ലി ലാംഗ്വേജ്. ഈ ഹൈ ലെവൽ ലാംഗ്വേജുകളെ യൂസർ അഥവാ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ഉപയോക്താവിന് വളരെ സൗഹൃദപരമായ ഒരു ഭാഷയാണ് എന്ന് പറയാം. കബോൾ, ഫോർട്രാൻ, ബേസിക്, C++, ഇവയെല്ലാം ഹൈ ലെവൽ ലാംഗ്വേജുകൾക്ക് ഉദാഹരണങ്ങളാണ്. Any high level language program can be used and executed in almost all the computers with a little or not change. ഏത് ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാമും ഏതൊരു കമ്പ്യൂട്ടറിലും വളരെ കുറച്ച് വ്യത്യാസത്തോടു കൂടിയോ അല്ലെങ്കിൽ ഒട്ടും വ്യത്യാസമില്ലാതെയോ അങ്ങനെ തന്നെ പ്രയോഗിക്കാൻ കഴിയും എന്നത് അതിൻ്റെ മേന്മയാണ്. എ പ്രോഗ്രാം റിട്ടൺ ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ് ഈസ് ഓൾസോ കോൾഡ് ആസ് എ സോഴ്സ് പ്രോഗ്രാം. ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതുന്ന ഒരു പ്രോഗ്രാമിനെ സോഴ്സ് പ്രോഗ്രാം എന്നാണ് വിളിക്കുക. ആൻഡ് കനോട്ട് ബി അണ്ടർസ്റ്റുഡ് ബൈ ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന് അത് മനസ്സിലാവുകയേയില്ല. ഇറ്റ് ഹാസ് ടു ബി ട്രാൻസ്ലേറ്റഡ് ഇൻ ടു മെഷീൻ അണ്ടർസ്റ്റാൻഡബിൾ ഫോം. അത് മെഷീന് മനസ്സിലാകുന്ന ഒരു ഭാഷയിലേക്ക് മാറ്റണം. മെഷീന് മനസ്സിലാകുന്ന ഭാഷ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ലോ ലെവൽ ലാംഗ്വേജിലേക്ക്. ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ 0 ഉം 1 ഉം അടങ്ങുന്ന ബൈനറി ഡിജിറ്റുകൾ അടങ്ങുന്ന ഒരു ലാംഗ്വേജിലേക്ക് മാറ്റണം. അതായത് ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജൊക്കെ മാറ്റിയാൽ മെഷീന് പെട്ടെന്ന് മനസ്സിലാകും. ഹൈ ലെവൽ ലാംഗ്വേജ് പക്ഷേ പ്രോഗ്രാമർക്ക് എളുപ്പം മനസ്സിലാകും. പ്രോഗ്രാമർ അയാൾക്ക് പറ്റിയ ലാംഗ്വേജിൽ പ്രോഗ്രാം ഉണ്ടാക്കുന്നു, എന്നിട്ട് കമ്പൈലർ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിൽ ഇട്ട് കൊടുക്കുന്നു. ആ സോഫ്റ്റ്വെയർ അതിനെ വളരെ ക്വിക്കായിട്ട് മെഷീന് മനസ്സിലാകുന്ന മെഷീൻ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഉപകരണത്തിന്റെ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പൈലർ എന്ന് പേര് പറയുകയും ചെയ്യാം. ഇനി റൈറ്റ് എനി 4 എക്സാമ്പിൾസ് ഓഫ് ഹൈ ലെവൽ ലാംഗ്വേജ്. ഹൈ ലെവൽ ലാംഗ്വേജിന്റെ ഏതെങ്കിലും 4 ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ബേസിക്, കൊബോൾ, ഫോർട്രാൻ, C++, ഇവയൊക്കെ ഹൈ ലെവൽ ലാംഗ്വേജിന്റെ ഉദാഹരണങ്ങൾ തന്നെയാണ്. ബേസിക് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഫുൾ ഫോം എന്താണ്? ബിഗിനേഴ്സ് ഓൾ പർപ്പസ് സിംബോളിക് ഇൻസ്ട്രക്ഷൻ കോഡ്. തുടക്കക്കാർക്ക് പ്രയോജനപ്രദമായ എല്ലാ വിവിധ ഉപയോഗങ്ങൾക്ക് പറ്റുന്ന പ്രതീകാത്മകങ്ങളായ കോഡുകളുടെ നിർദ്ദേശങ്ങൾ എന്നാണ് വേണമെങ്കിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയാവുന്നത്. ബേസിക്, ബിഗിനേഴ്സ് ഓൾ പർപ്പസ് സിംബോളിക് ഇൻസ്ട്രക്ഷൻ കോഡ്, അതാണ് ബേസിക്. അതൊരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. കൊബോൾ, കോമൺ ബിസിനസ് ഓറിയന്റഡ് ലാംഗ്വേജ്. കോമണിന്റെ ആണ് CEO, ബിസിനസിന്റെ ആണ് B, ഓറിയന്റഡിന്റെ ആണോ L ലാംഗ്വേജ് എന്നുള്ളതാണ്. അപ്പൊ കൊബോൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം എങ്ങനെയാണ്? ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ കോമൺ ബിസിനസ് ഓറിയന്റഡ് ലാംഗ്വേജ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻസ്. അതായത് വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആണ്, ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. ഫോർട്രാൻ ഫോർമുല ട്രാൻസ്ലേറ്റർ ആണ്. ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ഫോർമുല ട്രാൻസ്ലേഷൻ. ഇറ്റ് ഈസ് ഡെവലപ്ഡ് ഫോർ സോൾവിംഗ് മാത്തമാറ്റിക്കൽ ആൻഡ് സയന്റിഫിക് പ്രോബ്ലംസ്. ഗണിത പ്രശ്നങ്ങൾക്കും ശാസ്ത്രീയ പ്രശ്നങ്ങൾക്കും ഉത്തരം കണ്ടെത്തുക എന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഒരു ഹൈ ലെവൽ ലാംഗ്വേജിന്റെ പേരാണ് ഫോർട്രാൻ. C++, ഇറ്റ് ഈസ് ദ മോസ്റ്റ് പോപ്പുലർ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. C++ ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് ലാംഗ്വേജ് ആണ്, പക്ഷെ C ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് ലാംഗ്വേജ് അല്ല. അപ്പൊ C++ എന്ന് പറയുന്നത് വളരെ പ്രചാരമായ ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അത് ജനറൽ പർപ്പസിന് വേണ്ടി, പൊതു ഉപയോഗത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ്. മറ്റൊരു ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ? ലാംഗ്വേജിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുക, അതിന് ഉപയോഗിക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് എ പ്രോഗ്രാം റിട്ടൺ ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ് ഓർ മെഷീൻ ലാംഗ്വേജ്. ഹൈ ലെവൽ ലാംഗ്വേജിൽ അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജിൽ എഴുതിയ ഒരു കാര്യത്തെ, പ്രോഗ്രാമിനെ കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ എന്ന്. ഇൻടു മെഷീൻ കോഡ്, അത് മെഷീൻ കോഡായിട്ട് മാറ്റും. 0 ഉം 1 ഉം ആണ് ബൈനറി അക്കങ്ങളാണ് മെഷീൻ കോഡ് നമുക്കറിയാം. ലോ ലെവൽ ലാംഗ്വേജ് എന്ന് അതിന് പറയുകയും ചെയ്യും. സോ ദാറ്റ് എ കമ്പ്യൂട്ടർ ക്യാൻ അലൗ ഇറ്റ് ആൻഡ് ഒബേ ഇറ്റ്. അങ്ങനെ മെഷീൻ കോഡായി കിട്ടിയാൽ കമ്പ്യൂട്ടറിന് അത് ഒബേ ചെയ്യാൻ സാധിക്കും. ദ പ്രോഗ്രാം റിട്ടൺ ഇൻ എനി ഹൈ ലെവൽ ലാംഗ്വേജ്, എനി ലാംഗ്വേജ് ഈസ് കോൾഡ് സോഴ്സ് പ്രോഗ്രാം. ഏത് ലാംഗ്വേജിലായാലും ആ ലാംഗ്വേജിൽ എഴുതിയ പ്രോഗ്രാമിനെയാണ് നമ്മൾ സോഴ്സ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ആ സോഴ്സ് പ്രോഗ്രാമിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് മെഷീൻ കോഡായിട്ടാണ്.
There are mainly two types of translator. രണ്ട് തരം ട്രാൻസ്ലേറ്ററിനെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്, ഇന്റർപ്രറ്ററും കമ്പൈലറും. ഇനി എന്തായാലും ഹൈ ലെവൽ ലാംഗ്വേജിനെ കമ്പൈലർ മെഷീൻ ലാംഗ്വേജ് ആക്കിയിട്ട് മാറ്റുന്നു. അതായത് യൂസർ ഫ്രണ്ട്ലി ആയ പ്രോഗ്രാമർ ഫ്രണ്ട്ലി ആയ ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ഫ്രണ്ട്ലി ആയ 0-1 നടക്കുന്ന ലോ ലെവൽ ലാംഗ്വേജ് ആയിട്ട് മാറ്റുന്ന ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സഹായി കമ്പൈലർ എന്ന സോഫ്റ്റ്വെയർ ആണ്. വാട്ട് ആർ ദ കോമൺ ആപ്ലിക്കേഷൻ പാക്കേജസ്? നമുക്ക് പൊതുവെ കേട്ടുവരുന്ന ആപ്ലിക്കേഷൻ പാക്കേജസ് ഏതൊക്കെയാണ്? അതായത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തേച്ചാൽ മാത്രം മതി, അല്ലാണ്ട് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട. നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തേച്ചാൽ മതി, ബാക്കിയെല്ലാം അവിടെ തയ്യാറാക്കി റെഡി മെയ്ഡ് ആയിട്ട് തയ്യാറാക്കി വെച്ചേക്കണം. ആ ഐക്കണുകളിൽ ക്ലിക്ക് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അങ്ങനെ ചെയ്യാവുന്ന കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പാക്കേജുകളാണ് വേർഡ്, എക്സൽ, പവർ പോയിന്റ്. ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. സം ഓഫ് ദ കോമൺ requirements of the user's personal computer have been identified. നമ്മുടെ ഒരു PC ഉപയോഗിക്കുന്ന ആള്, ഒരു വ്യക്തിഗത കമ്പ്യൂട്ടർ ഉപയോഗമാണല്ലോ PC എന്ന് പറയുന്നത്. അത് ഉപയോഗിക്കുന്ന ആൾക്ക് പൊതുവെ വരാൻ സാധ്യത, അയാളുടെ മുന്നിൽ വരാൻ സാധ്യതയുള്ള കമ്പ്യൂട്ടർ ഉപയോഗ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മുൻകൂട്ടി തിരിച്ചറിഞ്ഞിട്ട് അതിനെ പറ്റിയ സോഫ്റ്റ്വെയർ പല കമ്പനിക്കാരും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. മൈക്രോസോഫ്റ്റ് കമ്പനിക്കാർ, ബിൽഗേറ്റ്സിന്റെ കമ്പനിയാണ് നമുക്കറിയാം. അദ്ദേഹം ആ രീതിയിൽ ഒരു PC ഉപയോക്താവിന്, പേഴ്സണൽ കമ്പ്യൂട്ടറിന്റെ യൂസറിന് വരാൻ ഇടയുള്ള ഒരു കോമൺ റിക്വയർമെന്റുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ പറ്റിയ വേർഡ്, എക്സൽ, പവർ പോയിന്റ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒരു റെഡിമെയ്ഡ് പാക്കേജ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഹാവ് ബീൻ ഡെവലപ്ഡ് ടു മീറ്റ് ദെയർ നീഡ്സ്. ദീസ് പാക്കേജസ് ഇൻക്ലൂഡ്, ഇതിൽ ഒരു വേർഡ് പ്രോസസ്സർ ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേർഡ് പ്രോസസ്സർ അല്ലേ. ഡാറ്റാബേസ് പ്രോസസ്സിംഗ് ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ, വിവരങ്ങൾ ശേഖരിച്ച് വയ്ക്കാൻ പറ്റിയ ഒരു ക്യാബിൻ എന്ന് വേണമെങ്കിൽ പറയാം. സ്പ്രെഡ്ഷീറ്റ് കാൽക്കുലേഷൻ അഥവാ കണക്ക് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് MS ഓഫീസിലെ സ്പ്രെഡ്ഷീറ്റ് കാൽക്കുലേഷന് വേണ്ടിയിട്ടുള്ളത് എക്സലാണ്. MS ഓഫീസിന്റെ വേർഡ് പ്രോസസ്സർ എന്ന് പറയുന്നത് MS വേർഡ് ആണ്. ഡാറ്റാബേസ് പ്രോസസ്സിംഗ് MS ആക്സസ് ആണ്. മെയിൽമർജ് പ്രസന്റേഷനും MS വേർഡിലും അത് ഓപ്ഷൻ ഉണ്ട്. ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്, ഇമെയിൽ, ഇതൊക്കെ ചിലപ്പോൾ പോസിബിൾ ആകുന്ന ക്രമീകരണമായിട്ട് ഒരു പാക്കേജ് എന്ന രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. ദീസ് പാക്കേജസ് ഹാവ് ബീൻ പ്രിപ്പയർഡ് സോ ദാറ്റ് ദേ ആർ സിമ്പിൾ ടു യൂസ്. ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ് എന്ന രീതിയിലായിരിക്കും. They also provide graphical user interface, GUI എന്ന് പറയുന്ന ടെക്നോളജി അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്താണ് GUI? ഗ്രാഫിക്കൽ ചിത്രങ്ങൾ ചെറിയ പതിപ്പായിട്ട് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന്മേൽ പോയി നമ്മൾ സിംഗിൾ ക്ലിക്ക് ചെയ്യുകയോ ഡബിൾ ക്ലിക്ക് ചെയ്യുകയോ ചെയ്തുകൊണ്ട് മാത്രം നമുക്ക്, അല്ലാണ്ട് കാണാപ്പാടും കമാൻഡുകളൊന്നും നമ്മൾ പൈഹർട്ട് പഠിക്കേണ്ട. ആ ഗ്രാഫിക്കൽ ഐക്കണുകളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിനെ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒരു ക്രമീകരണത്തെ പറയുന്ന പേരാണ് GUI ടെക്നോളജി. വിൻഡോസ് 95ന്റെ വരവോട് കൂടിയിട്ടാണ് GUI ടെക്നോളജി ഉണ്ടായത്. അതിന് മുമ്പൊക്കെ എല്ലാവരും കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കണമെങ്കിൽ കമാൻഡുകൾ കാണാപ്പാഠം പഠിക്കണമായിരുന്നു. എന്നാൽ വിൻഡോസ് 95 വന്നതോടുകൂടിയിട്ട് ആദ്യമായിട്ട് GUI ടെക്നോളജി ആദ്യമായി ലോകത്തിൽ അവതരിപ്പിക്കപ്പെട്ടു. ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് എന്ന ടെക്നോളജി. GUI ടു മേക്ക് ദം വെരി യൂസർ ഫ്രണ്ട്ലി. ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ ഉപയോഗം വളരെ യൂസർ ഫ്രണ്ട്ലി ആയി മാറി. ദീസ് പാക്കേജസ് ആർ റെഡിലി അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. ഈ പാക്കേജുകൾ മാർക്കറ്റിൽ റെഡിലി അവൈലബിൾ ആണ്. ആൻഡ് വൺ ക്യാൻ പർച്ചേസ് ദം, ഇൻസ്റ്റാൾ ഇറ്റ് ഓൺ ഹിസ് ഓൺ കമ്പ്യൂട്ടർ ഈസിലി. അയാൾക്കത് വാങ്ങിക്കാൻ കഴിയും, തൻ്റെ സ്വന്തം കമ്പ്യൂട്ടറിൽ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും ഈസിലി. ആൻഡ് സ്റ്റാർട്ട് യൂസിങ് ദ പാക്കേജ്. ആ പാക്കേജ് ഉപയോഗിച്ച് തുടങ്ങുകയുമാകാം. അടുത്തത് വാട്ട് ഈസ് മെഷീൻ ലാംഗ്വേജ്? എന്താണ് മെഷീൻ ലാംഗ്വേജ്? നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇറ്റ് ഈസ് ദ ലോവസ്റ്റ് ലെവൽ ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇൻ വിച്ച് ഇൻസ്ട്രക്ഷൻ ഈസ് റെപ്രസെന്റഡ് ഇൻ ദ ഫോം ഓഫ് ബൈനറി നമ്പേഴ്സ് ആ 0 and 1. 0 1. 0 എന്ന് പറഞ്ഞാൽ വൈദ്യുത സ്പന്ദനം ഇല്ല എന്നും 1 എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ ഇമ്പൾസിന്റെ സാന്നിധ്യം, പ്രസൻസ് എന്നുമാണ് അർത്ഥം. അപ്പോൾ 0ഉം 1ഉം ഇത് രണ്ടും മാത്രമാണ് കമ്പ്യൂട്ടറിന് തിരിച്ചറിയാൻ കഴിയുന്നത്. ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ 1 എന്ന് കൗണ്ട് ചെയ്യും, ഇലക്ട്രിസിറ്റിയുടെ ആബ്സെൻസ് 0 എന്ന് കൗണ്ട് ചെയ്യും. അതുകൊണ്ട് ഇത് 2 അക്കങ്ങൾ അടങ്ങുന്ന ബൈനറി നമ്പർ എന്ന് പറയുന്ന സിസ്റ്റത്തിലേക്കാണ് കോഡ് ചെയ്തിട്ടാണ് കമ്പ്യൂട്ടറിനെ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഇറ്റ്സ് എക്സിക്യൂഷൻ ഇസ് വെരി ഫാസ്റ്റ് ആൻഡ് എഫിഷ്യന്റ് ബിക്കോസ് അതിനെ നടപ്പിലാക്കൽ വളരെ അതിവേഗത്തിൽ സാധ്യമാകുന്നവയാണ്. ഇതാണ് അതുപോലെ തന്നെ കാര്യക്ഷമമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ കമ്പ്യൂട്ടർ ക്യാൻ ആക്സെപ്റ്റ് ദ മെഷീൻ കോഡ് ആസ് ഇറ്റ് ഈസ്. ആ മെഷീൻ കോഡ് അത് എങ്ങനെയാണ് അതേപടി ആസ് ഇറ്റ് ഈസ് ആക്സെപ്റ്റ് ചെയ്യാൻ കമ്പ്യൂട്ടറിന് കഴിയുന്നു. ഒരു പരിഷ്കാരവും പിന്നെ വരുത്തേണ്ട കാര്യമില്ല. കാരണം മെഷീൻ കോഡ് കമ്പ്യൂട്ടറിന് എളുപ്പത്തിൽ ഡീകോഡ് ചെയ്യാൻ കഴിയുന്നു എന്നർത്ഥം. ബട്ട് ദിസ് വർക്ക് ഈസ് വെരി ഡിഫിക്കൽട്ട് ഫോർ എ പ്രോഗ്രാമർ. പക്ഷെ ഒരു പ്രോഗ്രാമറെ സംബന്ധിച്ച് ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മെഷീൻ കോഡ് ഡീകോഡ് ചെയ്യുക എന്ന് പറയുന്നത്. ഹി മസ്റ്റ് കീപ് ട്രാക്ക് എ ട്രമൻഡസ് എമൗണ്ട് ഓഫ് ഡീറ്റെയിൽസ്. ഒരുപാട് ഡീറ്റെയിൽ ട്രാക്ക് ചെയ്താലാണ് അയാൾക്കത് ഈ മെഷീൻ കോഡിലുള്ളതിനൊന്നും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് ഒരു ഹ്യൂമൻ ബ്രെയിന് അത്ര ഈസി അല്ല. ഇറ്റ് ഈസ് വെരി ടെഡിയസ് ആൻഡ് ടൈം കൺസ്യൂമിങ്. ഒരുപാട് ബ്രെയിൻ ക്ഷീണിക്കുന്ന പണിയാണ്, സമയം വേസ്റ്റ് ആവുന്ന പണിയാണ്. ഇനി അടുത്തത് കുറച്ച് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ദി ALU ആൻഡ് CU ജോയിൻലി നോൺ ആസ് ഡാഷ്. അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റും കൺട്രോൾ യൂണിറ്റും ഒരുമിച്ച് ചേർന്നാൽ നമ്മൾ അതിനെ എന്ത് പേര് വിളിക്കും? അതിനെ CPU എന്ന് വിളിക്കും. ഓക്കെ,
അടുത്ത ചോദ്യം ഇതാണ്. ഡാഷ് ഈസ് ദ പ്രോസസ് ഓഫ് എൻട്രിങ് ഡാറ്റ ആൻഡ് പ്രോഗ്രാംസ് ഇൻ ടു ദ കമ്പ്യൂട്ടർ സിസ്റ്റം. ഡാറ്റയും പ്രോഗ്രാമും കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്? അത് ഇൻപുട്ട് പ്രോസസ്സ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ഡാറ്റയും പ്രോഗ്രാമും കീ പ്രസ്സിലൂടെ, കീബോർഡിൽ അല്ലെങ്കിൽ കീബോർഡിലെ കീ പ്രസ്സിലൂടെയോ അല്ലെങ്കിൽ മൗസിന്റെ മൗസ് ക്ലിക്കിലൂടെയോ സ്കാനറിലെ സ്കാൻഡ് ഇമേജ് എൻ്റർ ചെയ്യുന്നതിലൂടെയോ മൈക്കിലൂടെയുള്ള ശബ്ദത്തിന്റെ പ്രവേശനത്തിലൂടെയോ ഒക്കെ ഡാറ്റയും കാര്യങ്ങളുമൊക്കെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശിപ്പിക്കാം. ആ പ്രോസസ്സിനെ പറയുന്ന പേര് ഇൻപുട്ട് എന്നാണ്. ഡാഷ് ഈസ് ആൻ ഇലക്ട്രോ മെക്കാനിക്കൽ ഹാൻഡ് ഹെൽഡ് ഡിവൈസ്. ഇലക്ട്രോ വൈദ്യുത കാന്തിക സംവിധാനങ്ങളുടെ കയ്യിൽ പിടിച്ച് ഉപയോഗിക്കാവുന്ന ഉപകരണത്തിന്റെ പറയുന്ന പേരെന്താണ്? മൗസ് എന്നാണ് പറയുന്നത്. മാഗ്നറ്റിക് ക്രമീകരണവും വൈദ്യുത ക്രമീകരണവും അതിനുള്ളിൽ ഒരേ സമയം വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. The dash monitor use a very large vacuum tube. നീളം കൂടിയ പുറകോട്ട് ബൾജ് ചെയ്ത് കിടക്കുന്ന ഒരു വലിയ വാക്യൂം ട്യൂബ് ഉപയോഗിക്കുന്ന തരം മോണിറ്റർ ഏതാണ്? CRT മോണിറ്റർ ആണ്. പണ്ട് കാലങ്ങളിലെ ടെലിവിഷനും ഇത്തരത്തിൽ ഒരുപാട് പിറകിലേക്ക് വാക്യൂം ട്യൂബ് ഉള്ള ടൈപ്പ് ആയിരുന്നു. കാഥോഡ് റേ ട്യൂബ്, കാഥോഡ് കിരണങ്ങളെ വഹിക്കുന്ന കുഴൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ആ കുഴൽ പുറകോട്ട് പ്രൊജക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഈ കമ്പ്യൂട്ടർ മോണിറ്ററിന്റെ പുറകിലേക്ക് ഒരു പ്രൊജക്ഷൻ വേണ്ടിയിരുന്നത്. എന്നാൽ ഇന്ന് ആ ടെക്നോളജി ഔട്ടായിരിക്കുന്നു. ഇന്ന് LCDയും ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേയുടെയും LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡിന്റെയും കാലമായിരിക്കുന്നു. ഇന്ന് LCD മോണിറ്ററുകളും LED മോണിറ്ററുകളും കടന്നു വന്നിരിക്കുന്നു. ഡാഷ് ആർ സെറ്റ്സ് ഓഫ് പ്രോഗ്രാംസ് റെസ്പോൺസിബിൾ ഫോർ റണ്ണിംഗ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം. കമ്പ്യൂട്ടർ സിസ്റ്റത്തെ റൺ ചെയ്യിക്കുന്നതിനുള്ള സെറ്റ് ഓഫ് പ്രോഗ്രാംസ് എന്താണ്? സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നാണ് അത് അറിയപ്പെടുന്നത്. അതായത് വിൻഡോസ്, ലിനക്സ് എന്നിങ്ങനെയാണ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ എന്നറിയപ്പെടുന്നത്. വിൻഡോസ്, ലിനക്സ്, മാക് OS ഇതൊക്കെ പലതരം ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ പേരുകളാണ്. അതായത് അതുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ എന്ന ഉപകരണം പ്രവർത്തിക്കാൻ കഴിയും. അല്ലെങ്കിൽ ആ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന CPU ഒക്കെ ഡെഡ് ബോഡിയും പോലെ ഇരിക്കും എന്നർത്ഥം. സോ അതിന് ജീവൻ കൊടുക്കുന്നത് ഈ OS ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴാണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴാണ് എന്നർത്ഥം. അടുത്ത ചോദ്യം. ഡാഷ് ആർ സെറ്റ്സ് ഓഫ് പ്രോഗ്രാംസ് വിച്ച് ആർ റിട്ടൺ ടു പെർഫോം സ്പെസിഫിക് ടാസ്ക്. ചില സ്പെസിഫിക് ആയ ടാസ്കുകൾ നിർവഹിക്കാൻ വേണ്ടി നമ്മൾ എഴുതി തയ്യാറാക്കുന്ന പ്രോഗ്രാമുകളുടെ ഒരു നീണ്ട നിര. അതെന്താണ്? പ്രോഗ്രാമുകളുടെ നീണ്ട നിരയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ എന്താണ് സോഫ്റ്റ്വെയർ എന്ന് ഓർത്തിരിക്കണേ? സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ് സോഫ്റ്റ്വെയർ. അപ്പോൾ ഇത് നമ്മൾ ചില സ്പെസിഫിക് ആയ ടാസ്കുകൾ മാത്രം നിർവഹിക്കാൻ വേണ്ടി എഴുതി തയ്യാറാക്കിയ സെറ്റ് ഓഫ് പ്രോഗ്രാംസിന് നമുക്ക് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയാം. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ് വേർഡ്, എക്സൽ, പവർ പോയിന്റ് എന്നിവയൊക്കെ. അടുത്ത ചോദ്യമാണ്. ഡാഷ് ഈസ് എ ഹൈ ലെവൽ ലാംഗ്വേജ് യൂസ്ഡ് ഫോർ കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻസ്. കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ഏതാണ്? നമ്മൾ നേരത്തെ പഠിച്ചതാണ്. COBOL ആണ്. കോമൺ CO, കോമൺ ബിസിനസ് ഓറിയന്റഡ് ലാംഗ്വേജ്. ഇതാണ് ബിസിനസ് വാണിജ്യ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ലാംഗ്വേജ്. അടുത്തത്. ഡാഷ് പ്രിന്റർ യൂസ് റിബൺ ടു പ്രൊഡ്യൂസ് പ്രിന്റ്. പ്രിന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി റിബൺ ഉപയോഗിക്കുന്ന, അതായത് നനഞ്ഞ റിബൺ, മഷി കൊണ്ട് നനഞ്ഞ റിബണിന്മേൽ ഹാമർ വന്ന് ഹിറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് മറുവശത്തുള്ള പേപ്പറിന്മേൽ അതിന്റെ ബൾജ് ചെയ്തിരിക്കുന്ന അക്ഷരത്തിന്റെ ഇംപ്രഷൻ പതിയുന്നു. അങ്ങനെ പ്രിന്റ് നടക്കുന്ന പ്രിന്ററാണ് ഡോട്ട് മാട്രിക്സ് പ്രിന്റർ. വളരെ നോയ്സി ആണെന്നും വളരെ കരകര ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട്, എന്നാൽ കുറഞ്ഞ ചെലവിൽ പ്രിന്റ് കിട്ടും. ഒരു പ്രിന്റിന് നിസാര ചെലവേ ഉള്ളൂ, അധികം മഷി നഷ്ടപ്പെടുന്നില്ല. പക്ഷേ താൽക്കാലിക ഉപയോഗത്തിന് വേണ്ടിയിട്ടുള്ള റെസിപ്റ്റുകളൊക്കെ പ്രിന്റ് ചെയ്യാൻ ഇത് ധാരാളം മതി. ക്വാളിറ്റി പ്രിന്റ് ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. അടുത്ത ചോദ്യം. ഡാഷ് ആർ ദ ഔട്ട്പുട്ട് ഡിവൈസ് യൂസ് ടു ലിസൺ ടു വോയിസ് ലൈക്ക് മ്യൂസിക് എക്സെട്ര. മ്യൂസിക് പോലുള്ള ഔട്ട്പുട്ട് കിട്ടാനായിട്ട് നമ്മൾ ഏത് ഡിവൈസ് ആണ് ഉപയോഗിക്കുന്നത്? സ്പീക്കർ ആണ് നമ്മൾ തീർച്ചയായിട്ടും ഔട്ട്പുട്ട്. സ്പീക്കർ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞാൽ. അടുത്ത ചോദ്യം. ഡാഷ് ട്രാൻസ്ലേറ്റ്സ് ദ പ്രോഗ്രാംസ് ഫ്രം ഹൈ ലെവൽ ലാംഗ്വേജ് ടു മെഷീൻ ലാംഗ്വേജ്. ഹൈ ലെവൽ ലാംഗ്വേജിൽ നിന്ന് മെഷീൻ ലാംഗ്വേജിലേക്ക് നമ്മൾ പ്രോഗ്രാമർ തയ്യാറാക്കിയ പ്രോഗ്രാമിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ആരാണ്? കമ്പൈലർ ആണ്. അടുത്ത ചോദ്യം. റൈറ്റ് ട്രൂ ഓർ ഫോൾസ്. മൗസ് ഈസ് ആൻ ഔട്ട്പുട്ട് ഡിവൈസ്. വളരെ വലിയ തെറ്റാണ്. മൗസ് ഔട്ട്പുട്ട് അല്ല, അത് ഇൻപുട്ട് ഡിവൈസ് ആണ്. അടുത്ത ചോദ്യം. OCR സ്റ്റാൻഡ്സ് ഫോർ ഒപ്റ്റിക്കൽ കണ്ടന്റ് റീഡർ. റോങ്. ഒപ്റ്റിക്കൽ കണ്ടന്റ് അല്ല, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നൈസർ ആണ് OCR എന്ന് പറയുന്നത്. LCD മോണിറ്റേഴ്സ് ആർ യൂസ്ഡ് ഇൻ നോട്ട്ബുക്ക് കമ്പ്യൂട്ടേഴ്സ്. നോട്ട്ബുക്ക് കമ്പ്യൂട്ടറിൽ LCD മോണിറ്റർ ഉപയോഗിക്കുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. സ്പീഡ് ഓഫ് ഡോട്ട് മാട്രിക്സ് ഈസ് ഹയർ ദാൻ അതർ പ്രിന്റേഴ്സ്. ഡോട്ട് മാട്രിക്സിന്റെ സ്പീഡ് മറ്റ് പ്രിന്ററുകളെക്കാളും കൂടുതലാണ്. തെറ്റാണ്. ഇതിലും വേഗത്തിൽ കൂടുതൽ പ്രിന്റ് ചെയ്യാൻ കഴിയുന്ന ലൈൻ പ്രിന്ററുകളും മറ്റും ഉണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ആൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. OS എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, തെറ്റാണ്. ഫോൾസ്. ഇറ്റ് ഈസ് എ സിസ്റ്റം സോഫ്റ്റ്വെയർ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. സിസ്റ്റത്തിന് പ്രവർത്തിക്കാൻ വേണ്ടുന്ന സോഫ്റ്റ്വെയർ ആണ്. സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വേർഡ്, എക്സൽ പോലുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത ചോദ്യം. ഹൈ ലെവൽ ലാംഗ്വേജ് ഈസ് ഈസി ടു പ്രോഗ്രാം ദാൻ ലോ ലെവൽ ലാംഗ്വേജ്. ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാമർക്ക് പ്രോഗ്രാം എഴുതാൻ എളുപ്പമാണ് ലോ ലെവൽ ലാംഗ്വേജിനെക്കാളും. ശരിയാണ്. ലോ ലെവൽ ലാംഗ്വേജ് 01 കോഡാണ്. അത് അയാൾക്ക്
ഓർത്ത് വയ്ക്കുക, വളരെ ബ്രെയിനിന് ക്ഷീണമുണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും, സമയമെടുക്കും, ടൈം കൺസ്യൂമിംഗ് ആണ്. ഫോർട്രാൻ ഈസ് യൂസ്ഡ് ടു സോൾവ് മാത്തമെറ്റിക്കൽ പ്രോബ്ലംസ്. ഫോർട്രാൻ മാത്തമെറ്റിക്കൽ പ്രോബ്ലംസ് യൂസ് ചെയ്യാൻ സോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്നു, ശരി തന്നെ.